അമ്മയുടെ ഒരു പ്രത്യേക യോഗം നാളെ മോഹൻലാൽ വിളിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത ചില ചാനലുകൾ പുറത്തുവിട്ടത്. എന്നാൽ ഈ വാർത്ത മോഹൻലാലുമായുള്ള അടുത്ത വൃത്തങ്ങൾ നിഷേധിച്ചു. എന്ന് മാത്രമല്ല, അവർ ഈ വാർത്ത തെറ്റാണ് എന്ന് നമ്മോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മോഹൻലാൽ അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടില്ല. മോഹൻലാൽ ഈ കാര്യം അറിഞ്ഞിട്ടുമില്ല. മറ്റുള്ളവരൊക്കെ അറിഞ്ഞെങ്കിലും മോഹൻലാൽ പാവം അദ്ദേഹം അറിയാതെ പോയി. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. മാത്രമല്ല, ജഗദീഷും ഇത്തരമൊരു യോഗം വിളിച്ചിട്ടില്ല. അഡ്വോ കമ്മിറ്റിയും ഈ വാർത്ത തള്ളിക്കളഞ്ഞു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. അശ്വിൻ, ഈ മോഹൻലാൽ യോഗം വിളിച്ചു എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കാൻ എന്തായിരുന്നു സാഹചര്യം കൊച്ചിയിൽ? അങ്ങനെ ഒരു യോഗം ഇല്ല എന്നുള്ളതാണ് മോഹൻലാൽ തന്നെ മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. യാതൊരു തരത്തിലും അമ്മയുടെ അഡ്ഹോ കമ്മിറ്റിയോ അത്തരത്തിലൊരു യോഗമോ നാളെ ചേരാനോ സമീപകാലത്ത് ചേരാനോ ഒരാലോചനയും ഇതുവരെ നടന്നിട്ടില്ല എന്നും അഡ്ഹോ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളും അറിയിക്കുന്നുണ്ട്. ജനറൽ ബോഡി നയം തീരുമാനിക്കാൻ നാളെ അമ്മ അടിയന്തര യോഗം ചേരും എന്നുള്ള തരത്തിലാണ് ഒരു ചാനൽ അല്പസമയം മുമ്പ് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചത്. എന്തായാലും അമ്മയുടെ നേതൃത്വം, നിലവിലുള്ള അഡ്ഹോ കമ്മിറ്റി അടക്കം ആ വാർത്തയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും ഒരംഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. എന്തായാലും അങ്ങനെ ഒരു ആലോചന പോലും നിലവിൽ അമ്മയിലില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകരുത് എന്നുകൂടി അമ്മയുടെ നേതൃത്വം, നിലവിൽ അഡ്ഹോ കമ്മിറ്റിയുടെ നേതൃത്വം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ കൂടി വരും നിമിഷങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് എസ് കെ അറിയുന്നത്. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മോഹൻലാലുമായി വളരെ അടുത്ത കേന്ദ്രങ്ങൾ നമ്മുടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോഹൻലാൽ അമ്മയുടെ യോഗം വിളിച്ചിട്ടില്ല. അഡ്ഹോ കമ്മിറ്റിയും അത് ആ കാര്യം സ്ഥിരീകരിച്ചു. ജഗദീഷും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളെ അമ്മയുടെ യോഗം വിളിച്ചിട്ടില്ല. മാത്രമല്ല, ഇത്തരം ഒരു യോഗം വിളിക്കുന്നതിനെക്കുറിച്ച് മോഹൻലാൽ ആലോചിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോഹൻലാൽ യോഗം വിളിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്.